ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? സ്പൈഡർ ലില്ലി കണ്ടോ? നല്ല തൂവെള്ള കളർ. ഇതാണ് സ്പൈഡർ ലില്ലി. നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ഇത് കാണാൻ? വൈകുന്നേരം ആകുമ്പോഴത്തേനും വിരിയുക. നല്ല മണം കേട്ടോ, സുഗന്ധം വീശും. ഇതുപോലെ ഒരെണ്ണം മുറ്റത്തുണ്ടെങ്കിൽ നല്ല സുഗന്ധം വീശും മുറ്റം മുഴുവൻ. സ്പൈഡറിൻ്റെ കാല് പോലെ കണ്ടോ? കാല് പോലെ തോന്നും. അത് കണ്ടാണ് സ്പൈഡർ ലില്ലി എന്ന് പറയുന്നത്. ഈ കളർ ഇത് വെള്ള കളർ നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ തന്നെ സ്പൈഡർ ലില്ലി റെഡ് കളറുണ്ട്. പക്ഷേ എനിക്കിവിടെ വെള്ള മാത്രമേ ഉള്ളൂ. റെഡ് കളർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒരു ബ്രൂഡ് പ്ലാന്റ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കവറിൽ തന്നെ ഇരുന്ന് കിട്ടിയതാണ്. നല്ല പച്ചയില കണ്ടോ? ഇതിൻ്റെ കിഴങ്ങ് സബോള പോലെ ഇരിക്കുക. അത് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച നടാം കേട്ടോ. കേട്ടോ, നല്ല ഭംഗിയല്ലേ? ഓരോ ദിവസവും വൈകുന്നേരത്തെ ഇത് വിരിയും. പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേനും വാടിയേക്കും. പച്ച കളറില. ഇങ്ങനെ ഒരു പച്ച തണ്ട് ഇങ്ങനെ മുകളിലോട്ട് വരുവേ. എന്നിട്ട് അത്തയിലാണ് പൂവുണ്ടാകുന്നത്. ചിലപ്പോൾ 1, 2, 3, 4 പൂവൊക്കെ കാണും. പെട്ടെന്നൊന്നും ഇത് പോകയില്ല. അങ്ങനെ വെള്ളം വലിയ മരുന്നൊന്നും ചെയ്യണ്ട. കേടുമൊന്നും അധികം ഇല്ല. വളമൊന്നും അധികം വേണ്ട. നല്ല വെയിൽ വേണമെന്ന് മാത്രം. കേട്ടോ, എന്നാ ഭംഗിയല്ലേ? വല്ലപ്പോഴും വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നല്ല വെയിൽ കിട്ടിയാൽ നല്ലപോലെ പൂക്കളുണ്ടാവും. കേട്ടോ, മുട്ടുകളും ഉണ്ട്, പൂ വിരിഞ്ഞിട്ടും ഉണ്ട്. കേട്ടോ, അവിടെ കാണാൻ നല്ല ഭംഗിയല്ലേ? കേട്ടോ, പച്ച തണ്ട് മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് ആണ് പൂവുണ്ടാകുന്നത്. ഞാനിതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിറയെ റോഡ് സൈഡിൽ കൂടെ ഒത്തിരി ഉള്ളത്. നോക്കിയാൽ കാണാവേ. റോഡ് സൈഡിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഒരു സീസണിൽ ഇതിൻ്റെ തന്നെ പൂവായിരിക്കും. ഒരു കിഴങ്ങ് നട്ടാൽ മതി. പിന്നെ പിന്നെ ഒത്തിരി തൈകളുണ്ടാവുകയെ. അതിൽ നിന്ന് മുളച്ചുണ്ടാവും. കേട്ടോ, നല്ല ഭംഗിയല്ലേ? ചുവപ്പ് കളറിനേക്കാളും നല്ല വെള്ള കളറാണെന്ന് തോന്നുന്നു. കണ്ടോ, മുട്ട് വന്നിരിക്കുന്നുണ്ട്. ആ മുട്ടിൻ്റെ അകത്ത് തന്നെ പല പല മുട്ടുകളുണ്ട്. മുകളിൽ കൊമ്പ് പോലെ വന്നിട്ട് മഞ്ഞ കളർ കണ്ടോ?
ഞാൻ നോക്കിയിട്ട് ഇതിന് വലിയ കേടും ഇല്ല, വളമൊന്നും വേണ്ടതിനും. കേട്ടോ, ഒത്തിരി തൈകളുണ്ടായി വരുന്നുണ്ട് കണ്ടോ. നമുക്ക് അതിൻ്റെ കിഴങ്ങും എടുത്തിട്ട് വേറെ വേറെ നട്ടു പിടിപ്പിക്കാം. ഒത്തിരി അങ്ങനെ നട്ടു പിടിപ്പിക്കാം. നല്ല പൂമ്പടിയുടെ മണമാണ് വൈകുന്നേരത്തെ മുറ്റത്തിറങ്ങി ഇത് വിരിയുമ്പോഴേ. കുറേ നാൾ വിരിയാനുണ്ടിത്. അത് കഴിഞ്ഞിട്ട് ആ തണ്ടങ്ങ് ചാഞ്ഞു പോകും. കേട്ടോ, അവിടെ ഒത്തിരി വിരിയാൻ നിൽക്കുന്നുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.